ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഓണം ഷൂട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും വിചാരിക്കും ഈ കൊച്ചിന് ഈ ഒരു ബ്ലൗസ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് 2-3 ബ്ലൗസ് മാത്രമേ ഉള്ളൂ. അത് മാറിയും തിരിഞ്ഞ് എല്ലാ സാരിയുടെയും കൊണ്ടു കൊടുക്കും. പക്ഷേ ഈ രണ്ട് കളർ തമ്മിൽ ചേരുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത് കലയമ്മയുടെ സാരിയാണ്. അപ്പം ഞാൻ രാവിലെ തൂത്ത് വരാൻ പോയപ്പോൾ സാരി അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഓണം ഷൂട്ടിൻ്റെ ഒരു ഓണം മേക്ക് ഓവർ നമുക്ക് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് ഒരുങ്ങിയാലോ. ഇതിപ്പോൾ ഏകദേശം 11:30 എന്തോ ആയിട്ടേ ഉള്ളൂ കേട്ടോ സമയം. ആ സമയത്ത് കുളിക്കാതെയും നനയ്ക്കാതെയും വന്നിരുന്ന് ഒരുങ്ങുക നമ്മുടെ എല്ലാ വീഡിയോസിലെയും പോലെ. അപ്പം സ്കിൻ കെയറും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ബേസ് കിട്ടാനും വേണ്ടി. അപ്പം ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ അത്തത്തിൻ്റെ പിറ്റേ ദിവസമാട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഞാൻ വെച്ചാൽ അത്യാവശ്യം കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാമെന്ന്. ലൈറ്റ് അവിടെ നിന്നാണ് കേട്ടോ വരുന്നത് ഇത്. പിന്നെ ഞാൻ ഇതിൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. മറ്റേ റിംഗ് ലൈറ്റിലെ ഞാനൊരു പൊട്ടത്തിയല്ലേ. എങ്ങനെ ഇരുന്നാലാ നിങ്ങൾക്ക് മര്യാദയ്ക്കാണ്. എനിക്കിങ്ങനെ ഇരുന്നാലേ എനിക്ക് ഇരിക്കാൻ പറ്റും. എന്തായാലും ഒരുവിധം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അതിന് ശേഷം നമ്മൾ എപ്പോഴത്തെയും പോലെ ഐബ്രോ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. ഐബ്രോ ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിനൊരു മാറ്റം വരും. അപ്പോൾ ഫോണിൽ നോക്കിയാൽ ചെയ്യുന്നത് ദൈവമേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ വെറുതെ ഫോണിൽ. കണ്ടോ, ഐബ്രോ ചെയ്തപ്പോൾ തന്നെ മുഖത്തിന് വന്ന വ്യത്യാസം കണ്ടോ. ഇപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുമായിരുന്നു. ആദ്യത്തെ വീഡിയോസിലൊക്കെ മുഖം നിറയും കുരുവായിരുന്നു. ദൈവം സഹായിച്ചിപ്പോൾ ഒന്ന് കുറഞ്ഞു വരുന്നു. ഇനി വരല്ലേ എന്ന് വിചാരിക്കുന്നു. ഒന്നും വാരി തേച്ചിട്ട് വരുന്നതൊന്നും അല്ല കേട്ടോ. ചിലർ വിചാരിക്കും ഈ കൊച്ചു മുഖത്ത് കണ്ട കടച്ചങ്ക്രാതി എല്ലാം വാരി തേച്ച് വരുന്നതാണെന്ന്. ഞാൻ തേക്കാത്ത സാധനങ്ങളൊന്നുമില്ല മുഖത്തൊരു പ്രായത്തിൽ. അപ്പോഴൊന്നും വരാത്ത കുരുവാണ് ഇപ്പം. ഇതെന്തോ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് വരുന്ന കുരുവാട്ടോ, അല്ലാണ്ട് ഞാൻ വാരി തേച്ചൊന്നും വരുന്നില്ല. പിന്നെ വരുന്നത് എനിക്ക് വിഷമം ഇല്ലയെന്ന് ഞാൻ പറയത്തുള്ളൂ, നല്ല വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ ഐബ്രോ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഐബ്രോ എന്ന് പറഞ്ഞാൽ ഒരു മുറിയൻ ഐബ്രോയാണ്. ഈ പകുതിക്ക് വന്ന് നിൽക്കും. എനിക്ക് പിന്നെ നീട്ടി വരയ്ക്കുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഐബ്രോ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ഇനി കണ്ണാടി പോയി നോക്കിയാലേ എനിക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ എങ്ങനെ എന്തോന്നൊക്കെ. ഞാൻ ഒന്ന് കണ്ണാടി നോക്കി ടപ്പേന്ന് വരാം. ഓക്കെ തരക്കേടില്ലാത്ത രീതിയിലാണ് നമ്മൾ ഫോൺ നോക്കി ചെയ്തത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖത്തിപ്പം ഫോണിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കൊച്ചിൻ്റെ മുഖത്ത് വലിയ പാടില്ലല്ലോ എന്ന്. പക്ഷേ പാട് ഉണ്ട്, ഇമ്മണി പാടുണ്ട്. അപ്പം നമുക്ക് ആ ഇമ്മണി പാടിനെ മറയ്ക്കാം. ഞാനപ്പം ഈ പച്ചയും ഓറഞ്ചും കറക്റ്ററോടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. ഇതിൻ്റെ തിയറിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനെ ഇട്ടാൽ സംഭവം അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഈ പാടൊക്കെ ഹൈഡാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വശത്തും ഉണ്ട് അത്യാവശ്യം പാടുകൾ. അപ്പോൾ എനിക്ക് കൈയും കൊണ്ട് ഒരുങ്ങുന്ന കേട്ടോ ഇഷ്ടം. കുറേ ബ്രഷും അതൊന്നും മാരി തൂക്കാതെ. അപ്പോൾ അതൊന്ന് സെറ്റിലാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കണ്ണിൻ്റെ പരിപാടികൾ നോക്കാം. വേണ്ട നമ്മുടെ ഐ ഷാഡോ പാലറ്റ്. അത്യാവശ്യം കുറേ കളേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് എനിക്കെന്തോ എപ്പോഴും എൻ്റെ കൈ ബ്രൗണിലോട്ടാണ് പോകുന്നത്. എനിക്കിങ്ങനെയുള്ള കളേഴ്സാണ് കൂടുതലിഷ്ടം. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ മുകളിലോട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഹുഡഡ് ഐസാണ്. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല എന്ത് ചെയ്തിട്ടും. ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എനിക്കാണ് ഡെയിലി ഇങ്ങനെ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. അപ്പോൾ ചിലർ ഈ കൊച്ചിനെന്താ മൂത്ത പ്രാന്തം കണ്ടുള്ള കൊച്ചാണ്. അങ്ങനെയല്ല, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം കാണത്തില്ല. എനിക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ് ഒരുങ്ങാൻ. അതിന് ശേഷം നമുക്ക് ഇമ്മണി വെളുപ്പിക്കാം മുഖം. എല്ലാവർക്കും വെളുക്കണമെന്നല്ലേ. പണ്ട് എനിക്കാണെങ്കിൽ വെളുത്ത് മദാമയുടെ കൂട്ടിരിക്കണം ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു. എന്ത് ചെയ്യാനാ. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ വലുതായിട്ട്. 4 Hourൻ്റെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം ഇപ്പം നമ്മൾ വലിയ വ്ളോഗേഴ്സൊന്നും അല്ല. നമുക്ക് ഡെയിലി ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യാം. ഉള്ളത് തന്നെയും പിന്നെയും മാറ്റിയും തിരിച്ചുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ശിവനേ, വായിലും പോയി. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെയും ബ്ലെൻഡ് ചെയ്യാം. പിന്നൊരു പാഷൻ
അപ്പോൾ ഇന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് വരാമേ. ഓക്കെ, ഞാൻ എന്തെല്ലോ തട്ടിയത് ഓണായി ഗൈസ്. ഇനി നമുക്ക് ലിപ്പിൻ്റെ പരിപാടി നോക്കിയാലോ. ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളർ കോംബോ ആട്ടോ ഈ എടുക്കുന്നത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് വന്നിട്ട് മാമാഅർത്തിൻ്റെ എന്തുവാ മൽബറി പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഷെയ്ഡാട്ടോ. പക്ഷേ ഇത് എപ്പോഴും ചേരുമോ? ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടതല്ലേ. ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കുന്ന ഷെയ്ഡാണ്. ഞാൻ ഫുൾ ഇങ്ങോട്ട് നോക്കിയല്ലേ സംസാരിക്കുന്നത്, അങ്ങോട്ട് നോക്കിയല്ലേ സംസാരിക്കണം, എനിക്കറിയാം. ഇടയ്ക്കാണെങ്കിൽ മഴയൊക്കെ മാറി നല്ല പെരുത്ത വെയിലായി. വേണ്ട ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ ഞാൻ സുന്ദരിയായി. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. എനിക്ക് കുറച്ച് നാളുകൊണ്ട് മനസ്സിലായതാണ്. നമ്മൾ നമ്മളെ കെയർ ചെയ്യണം. ഞാൻ എന്നെ നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ, സ്കിന്നാണേലും. പക്ഷേ എൻ്റെ വണ്ണമൊക്കെ പോയി, അതിലാണ് എനിക്ക് വിഷമം. എന്ത് കഴിച്ചിട്ട് ഞങ്ങൾ സെറ്റാകുന്നില്ല. അതിന് ശേഷം ഞാൻ വേണ്ട നമ്മുടെ മെബലൈൻ ന്യൂയോർക്കിൻ്റെ ഒരു ഏതാ ഷെയ്ഡ്, ആമസോണി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് അടിപൊളിയാട്ടോ. നല്ല ഫെയർ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ചേരും. ഈ ഷെയ്ഡ് തമ്മിൽ നല്ല ചേർന്ന് പോകുന്ന ഷെയ്ഡാട്ടോ, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഷെയ്ഡ് തമ്മിൽ. അപ്പം നമ്മൾ ഇത്ര തന്നെ മതിയല്ലേ, നല്ല ഭംഗിയുണ്ടേ കാണാൻ. സ്വയം അങ്ങ് പറയുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പൊക്കാൻ ആരും കാണത്തില്ല, നമ്മൾ തന്നെ സ്വയം പൊങ്ങിക്കണം. അയ്യോ, കുറച്ച് വൃത്തികേടായിട്ട് കരി എഴുതിയാൽ മതി. നമുക്ക് മേളിലൊന്ന് കൈ കൊണ്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനാണ്, വലിയ വൃത്തിക്കൊന്നും എഴുതണ്ട. ഓക്കെ ഓക്കെ, അങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. നമ്മളത് കൈ കൊണ്ട് എന്തായാലും പടർത്തിക്കളയുള്ള സംഭവമാണേ. നമുക്ക് എന്ത് വേഗം ഒരുങ്ങാൻ പറ്റും. ശരിക്കും സ്വയം നന്നായിട്ട് ഒരുങ്ങാൻ അറിയാൻ നമുക്ക് മറ്റൊരാളെ അടിപൊളിയായിട്ട് ഒരുക്കാൻ പറ്റും. ഞാൻ കണ്ണെഴുതുന്നില്ലേ, കണ്ണെഴുതാം. കണ്ണാടി നോക്കി, ഫോണിൽ നോക്കി എഴുതിയാൽ ശരിയാവത്തില്ല. ഓക്കെ, ഇനി അരി നന്നായിട്ട് തുടച്ച് കളയട്ടെ, ഇല്ലേ നല്ല പണി കിട്ടും. അതിന് ശേഷം ബ്ലഷ് എടുക്കുക. ഇങ്ങനെ 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 ഇട്ട് കൊടുക്കുക, മൂക്കിലിട്ട് കൊടുക്കുക, ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, അതിന് ശേഷം ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ചുമന്ന് തുടുത്തിരിക്കട്ടെ. ശരിക്കും എനിക്ക് ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, വെളിയിറങ്ങി വെട്ടത്ത് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും എന്ത് കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ഒരുക്ക പരിപാടിയൊക്കെ കഴിഞ്ഞോ? നമ്മളെല്ലാം എഴുതിയില്ലേ, എല്ലാം ചെയ്തില്ലേ? ഓക്കെ, ദൈവമേ ഇതെന്താ മുറുകിയിരിക്കാത്ത? അല്ലമ്മേ എൻ്റെ ഫോൺ. ഗൈസ്, ഞാൻ ഇതൊന്ന് റെഡി ആക്കിയിട്ട് വരട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കമ്മലിട്ട് കൊടുക്കാമേ. ഇതിലെന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും എന്തോ ഒരു പൊട്ട വീഡിയോ ആയിരുന്നു എന്ന് തോന്നുന്നു. വെറുതെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു പറയുന്നു. എനിക്ക് ശരിക്കും ഇപ്പോൾ എന്താ നിങ്ങളോട് പറയണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു പൊട്ട വീഡിയോ. ഇതൊക്കെ കലയമ്മയുടെ കമ്മല. ഞാൻ അങ്ങനെ ഡെയിലി കമ്മലും മാലയൊന്നും ഇടുന്ന ഒരാളെ അല്ല, എനിക്ക് ഇഷ്ടമല്ല. എന്തിനാ വെറുതെ കമ്മലും മാലയൊക്കെ ഇട്ട് ഡെയിലി അണിഞ്ഞൊരുങ്ങി ആരെ കാണിക്കാനാ? അയ്യോ, അതിൻ്റെ കിഴുത്ത് കാണുന്നില്ല. വെറുതെ ആട്ടോ എല്ലാവരും ഡെയിലി ഒരുങ്ങി നല്ല സുന്ദരികളുമായിട്ടിരിക്കണം. അപ്പം ഞാൻ എപ്പോഴെപ്പോഴും കമ്മലിടുന്നത് എൻ്റെ ശിവനെ ഒരാളല്ല. അതുകൊണ്ട് കമ്മലിൻ്റെ ഹോളടയും. അപ്പോൾ ഇടയ്ക്ക് ഇതിലത്തെ വേദന അനുഭവിക്കേണ്ടി വരും. ഓക്കെ, ഇനി എന്താ, നമ്മൾ റെഡി ആയല്ലേ? മുടി ഒന്ന് കെട്ടിയിട്ട് വരാമേ. അപ്പം നമ്മൾ മുടി കെട്ടിക്കൊടുത്തോട്ടോ. മുടി കെട്ടി കുറച്ച് ബോറാണോ എന്നൊരു ഡൗട്ടുണ്ട്.
ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ നടുക്കൂടൊക്കെ വകച്ചിട്ടിട്ട് മുടി കെട്ടുന്നത്. അതിന് ശേഷം നമുക്കൊരു കുറി ഇട്ട് കൊടുക്കാം. ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ കുറി ഇടുന്നത്. പണ്ട് ഞാൻ പറയാമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞാൻ ഡെയിലി കുറി ഇടുന്നു, പക്ഷെ ഞാൻ ഒരു തേങ്ങ ഇടത്തില്ല. അപ്പോൾ ഒരു കുറി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കുപ്പിവെള്ളം കൂടെ വാരിയിട്ടിട്ട് വന്ന് പട്ടിഷോ കാണിക്കാം. ഗായ്സ്, ഞാൻ അപ്പോൾ ഒരുങ്ങി ശുണ്ട്രി മണിയായി. അതിന് ചേരാത്തൊരു മാലയൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നെനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്കിനി വെളിയിലോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ.